പറഞ്ഞത് ഏതൊരാളുടെയും ഒരു വലിയ ഡ്രീം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ അപ്സ്റ്റെയറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിനെയാണ്. നമ്മുടെ കൺസെപ്റ്റുകൾക്കപ്പുറം വീട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ അതിന് വാക്കുകൾക്ക് അതീതാണ്. മൻസിലി പാത്തു ഉമ്മയുടെ പേരാണ് ഈ മനോഹരമായ വീടിന് വേണ്ടി ഇവർ കണ്ടെത്തിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റിലാണ്. അഫ്ര ആൻഡ് ഫസ്ലു റെസിഡൻസ് കോഴിക്കോട് കൊടുവള്ളിയിലാണ് ഈ വീട് വരുന്നത്. സ്ഥലപരിമിതിയും ഉയരവും ഒക്കെ വെല്ലുവിളിയായ ഒരു പ്ലോട്ടിൽ അതിൻ്റെ ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും വളരെ മനോഹരമായി ചെയ്തെടുത്ത ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട് കാണാൻ. ഒരു മെയിൻ റോഡിൻ്റെ ഒരു ടേണിങ്ങിലാണ് ഈ വീട് കിടക്കുന്നത്. അതുതന്നെ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 4 മീറ്ററോളം ഉയരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വലിയൊരു പ്രശ്നമായിരുന്നു. കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കോമ്പൗണ്ട് വാൾസ്, സോളിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാൾസ് അതിൻ്റെ എണ്ണം കുറച്ചു, നീളം കുറച്ചു. അതിലേക്ക് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ GI പൈപ്പുകളും അതുപോലെയുള്ള റിങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് വാൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയി. വീട്ടിൽ നിന്ന് റോഡിലേക്കും റോഡിൽ നിന്ന് വീട്ടിലേക്കും കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം. ഈ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡ് പില്ലറിലാണ് നമ്മൾ ഇതിൻ്റെ നെയിം ബോർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മൻസിലി പാത്തു, അങ്ങനെയാണ് ഈ വീടിൻ്റെ നെയിം വരുന്നത്. മൻസിലി പാത്തു എന്ന് പറയുന്ന സമയത്ത് ഈ വീട്ടിലെ ഉമ്മയുടെ പേരാണ് ഈ മനോഹരമായ വീടിന് വേണ്ടി ഇവർ കണ്ടെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉയരത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് കയറുന്ന ഈ ചെറിയ റോഡ്, ഈ ഒരു 10 മീറ്റർ നീളം വരുന്ന റോഡ് നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി കയറുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടണം, വഴുക്കലുണ്ടാവരുത്, അതിനൊക്കെ വേണ്ടിയിട്ട് കോബിൾ സ്റ്റോൺ ആണ് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ റോഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് കയറുകയാണ്. സ്ഥലപരിമിതി എന്ന് പറയുന്ന സമയത്ത് ആകെ ഇവരുടെ മുറ്റത്തൊരു പോർച്ച് മാത്രമേ ഉണ്ടായിരുന്നത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചധികം കാണാനുണ്ട്. പിന്നെ ഇത് സത്യത്തിൽ ഇവരുടെ മുറ്റമല്ല, നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് മുറ്റമായിട്ട് ആക്ട് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സ്പേസ് പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ഒരു ചെറിയ സ്ഥലത്ത്, ഈ ഒരു 8 സെൻറ്റ് വീട്ടിൽ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഓപ്പൺ യാർഡ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഡെക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗാർഡനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫ്ലോറിൽ നമ്മൾ ചെറിയ 3x1 സൈസ് വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാത്ത് വേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റിലും പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തന്ന ആ ഒരു റിങ്. ഇതുവഴി നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമ്പൗണ്ടുകൾ വരുന്ന സമയത്ത് ഒരു സോളിഡ് ബ്ലോക്ക് അല്ല, ഇവിടെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. GI ഹാൻഡ് റെയിൽ കൊടുത്തു. ഇവിടെ ആളുകൾക്ക് വന്ന് നിൽക്കാൻ പറ്റും. മനോഹരമായ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാം, ഗാർഡൻ കാണാം. ഈ ഗാർഡനിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് കാണാം. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് വീണ്ടും നമ്മളൊരു സോളിഡ് ബ്ലോക്ക് അലൈൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കേവ് വരുന്നത്. ഈ കേവ് എങ്ങനെയാണോ ആ കേവിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇവിടെ GI ഹാൻഡ് റെയിൽ കൊടുത്തു. ചുറ്റും നമ്മൾ ഗ്രീൻ ലില്ലി കൊടുത്തിട്ടുണ്ട്, പേൾ ഗ്രാസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു തെങ്ങ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത് സത്യത്തിൽ ഇവരുടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വീടിൻ്റെ ഫ്ലോറിൽ നിന്ന് ഏതാണ്ട് ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. വീടും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും 2 സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഉയര വ്യത്യാസങ്ങൾ ഇവിടെ മുറ്റത്തിനൊരു പ്രശ്നമായിരുന്നു. ഇതെങ്ങനെ മുറ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത് ചിന്തിച്ച സമയത്താണ് നമ്മൾ ഇതിനെ കൂടി മുറ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ മുറ്റായിട്ട് ആക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഇവിടെ മുറ്റത്ത് സ്പേസ് ഉണ്ടാവുന്നുള്ളൂ എന്ന ചിന്തയിൽ ഇതൂടെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതൂടെ നമ്മൾ മുറ്റത്ത് എന്താണ് കൊടുത്തത്, ആ ഒരു സെയിം സ്റ്റോൺ 3x2 വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇടയിലൊക്കെ കോബിൾ 2 ലൈനായിട്ട് കോബിൾ സ്റ്റോൺ നമ്മളിവിടെ കൊടുത്തു. ഇവിടേക്ക് വരുന്ന സമയത്താണ് ഇത് യഥാർത്ഥത്തിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു യഥാർത്ഥ മുറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഒരു സൺഷെയ്ഡിൻ്റെ എൻഡിലൂടെ നമ്മൾ GI ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എൻ്റർ ഒരു 3 സൈഡ് നമ്മൾ ഈ ഹാൻഡ് റെയിൽ കൊടുത്തു. ഹാൻഡ് റെയിലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കുറച്ച് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റ് ഫിനിഷ് വരുന്ന പോട്ടിൽ കുറച്ച് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഈ ഒരു കോർണറിലായിട്ട് നമ്മളൊരു ഡെക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി ലാൻഡ്സ്കേപ്പിൽ തന്നെ ജസ്റ്റ് ഒരു റൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെറിയ റൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു കോർണർ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം
അവിടെ ഒരു തെങ്ങ് വരുന്നതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ് ഇവിടേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ മുറ്റാക്കിയത് കൊണ്ട് തന്നെ നന്നായി വെയിൽ കിട്ടും, നല്ല വെയിലുണ്ടാവും. ആ വെയിലിൽ കുറച്ചെങ്കിലും കുറവുണ്ടാവുക ഈ ഒരു കോർണറിലാണ്, ഈ ഒരു തെങ്ങിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു 2 ചെയറും ഒരു ടേബിളൊക്കെ ഇടാനുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണോ നോർമൽ മുറ്റം വരുന്നത് അതിനേക്കാൾ ഭംഗിയായി ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ടെറസിനെ മുറ്റമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഉയര പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ, അത്യാവശ്യം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വീട്ടിലാകെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുക ഈ ഒരു ഷോവാൾ മാത്രമാണ്, ഈ ഫ്രണ്ടിലുള്ള ഷോവാൾ മാത്രമാണ്. ഞാനിവിടെ ഈ വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ 4x2 വരുന്ന ടൈല്, ഫുൾ ബോഡി ടൈല്, ബ്ലാക്ക് ടൈല് 4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് അപ്പോക്സി ഗ്യാപ്പൊക്കെ സ്പേസറൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത ഒരു ഷോവാളായിരുന്നത്. ഞാൻ വന്ന സമയത്ത് പിന്നെ സത്യത്തിൽ അവർ ഈ വീടിനെ മനോഹരമാക്കാൻ വേണ്ടി, പിന്നെ ഈ ഷോവാളും വീടൊക്കെ മനോഹരമാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവർ മനോഹരമാക്കാൻ വേണ്ടി ചെയ്ത ആ ടൈല് ഈ വീട്ടിൽ ഏറ്റവും വലിയ അഭംഗിയായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത്, വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ടൈല് മൊത്തത്തിൽ ഡെമോളിഷ് ചെയ്ത് ഈ ഒരു 2x1 സൈസ് വരുന്ന ക്ലാഡിംഗ് സ്റ്റോൺ ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തു. അതോടുകൂടി ഈ വീടിൻ്റെ എൻ്റയർ ലുക്ക് ഒരു കാം ഫിനിഷിലേക്ക്, ഒരു കൂൾ ഫിനിഷിലേക്ക് മാറുകയായിരുന്നു. ഞാൻ ഇവരുടെ പോർച്ചിലാണ് നിൽക്കുന്നത്. പണ്ടുണ്ടാക്കിയ വീടായതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിൽ ഒരു പോർച്ച് വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് പൊളിച്ച് കളയാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ എന്നുള്ള സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പോർച്ചായിട്ട് തന്നെ നിലനിർത്തി. ഇതിന്റെ എക്സ്റ്റീരിയറിന് നമ്മൾ വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല, കാരണം ഇവർ രണ്ടുപേരും അബ്രോഡാണ്. അതുകൊണ്ട് തന്നെ ഇത് മെയിൻ്റെനൻസ് ഒരു പ്രയാസമായതുകൊണ്ട് എക്സ്റ്റീരിയർ നമ്മൾ നോർമലി ചെയ്തെടുത്തു. ആ ഒരു എമൗണ്ടും കൂടെ നമ്മൾ ഇന്റീരിയറിലേക്ക് സ്പെൻഡ് ചെയ്യാന്ന് കരുതി. പോർച്ചിന്റെ മുകളൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു വുഡൻ ബീഡിങ് കൊടുത്തു. അതിന്റെ സെന്ററിൽ നമ്മൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് വലിയ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറിലുള്ള 3 ചെയർസ് നമ്മൾ സിറ്റ് ഔട്ടിൽ കൊടുത്തു. ഇവിടെ നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതിന്റെ സീലിംഗ് ഒക്കെ ഓൾറെഡി ഇവർ ചെയ്തു വെച്ചതായിരുന്നു. 2019 ഇവർ വീട് താമസാക്കുന്നത്. 2026 ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വന്നിരുന്ന സമയത്ത് ഇതിന്റെ സീലിംഗ് ഒക്കെ POP സീലിംഗ് ഒക്കെ ആദ്യം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡെമോളിഷ് ചെയ്യൽ ഒരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു 120 സെന്റിമീറ്റർ വരുന്ന ഡോറ് വരുന്നുണ്ട്. ഞാൻ ഫസ്ലുർ റഹ്മാൻ, ഇതെൻ്റെ വൈഫാണ് അഫ്ര. ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ പുറത്തായിരുന്നു, UK ഇപ്പോൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ 2019 ഈ വീട് പണി ശരിക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2021 ആയ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് കയറി കൂടിയൊരു വീടാണിത്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി. പിന്നെ ഒരു വർഷം മുന്നെയാണ്, ഒരു വർഷമല്ല, ഒരു 6 മാസം മുന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം, ഇൻറ്റീരിയർ വർക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അക്കീക്ക് എന്ന് പറഞ്ഞ ഷാഹിദിനെ ബന്ധപ്പെട്ടു. ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ഇവരുടെ ലിവിംഗിലേക്കാണ്. ഒരു ഗ്രീൻ കളറിലുള്ള സോഫ, അതുപോലെ ഒരു ബേജ് കളറിലുള്ള കേട്ടൻ, അതിന്റെ വുഡ് കളറുള്ള പെൽമെറ്റ്, ഒരു ഗ്രീൻ വുഡ് ബേജ് കളറാണ് ഈ വീടിന് നമ്മൾ ടോട്ടലി തീം കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു കാർപ്പറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ ടീപ്പോയി കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേട്ടന്റെ പെൽമെറ്റിന്റെ എഡിജ് നമ്മൾ കേവ് ആക്കിയതോടുകൂടി അത് വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ ഈ വീട്ടിൽ അത് കൊണ്ടുവരുന്ന ഇമ്പാക്ട് ചെറുതല്ല. ഈ ഫോർമൽ ലിവിംഗ് കുറച്ചും കൂടെ ലളിതമായിട്ടും സിമ്പിൾ ആയിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഇതിന്റെ കോർണർ മാറി എന്നുള്ളതാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഡോറ് കൊടുത്തിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ന്യൂസ് പേപ്പേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഷെൽഫിനുള്ളിൽ കൊടുത്ത ഡെക്കോർ ഐറ്റംസ് ആണ് ഈ ലിവിങ്ങിന്റെ ഭംഗി കൂട്ടുന്നത്. അതിശയിപ്പിക്കുന്ന കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഇവർ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതൊരു പ്ലെയിൻ വാളാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ലൂവർ ആണ്, ചാർക്കോൾ ലൂവേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന സമയത്ത് തന്നെ ഈ ലൂവർ ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മളൊരു പാസേജ് കഴിഞ്ഞ് എൻട്രി ചെയ്യുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇതൊരു പഴയ കാലത്ത് അവർ കൊടുത്ത ബർഗോളായിരുന്നു. നമ്മൾ ഒരു ഓവൽ ഷേപ്പ്, അതിന്റെ 2 എഡ്ജിൽ ഒരു ഓവൽ ഷേപ്പ് കൊടുത്ത് ഭംഗിയാക്കി നേരെ വരുന്നത് ഇതിന് ഡൈനിങ്ങിലേക്കാണ്. സ്റ്റെയർ കം ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിന്റെ മുകളിൽ ടൈൽ ഫിനിഷ് ആണ് വരുന്നത്. എന്റെ ചെയറൊക്കെ ഒരു കുഷ്യന്റെ ചെയർസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു ഗ്രേ തീമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ അടിഭാഗം എങ്ങനെ ക്ലോസ് ചെയ്യുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലവേദന പിടിച്ച പണിയാണ്. ഇവിടെ നമ്മൾ വളരെ മനോഹരമായി ഇവിടെ മൾട്ടിവുഡ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തു. അതിന്റെ പുറമെ ഓരോ സ്റ്റെപ്പിന്റെ എഡ്ജിലും നമ്മൾ ഇതുപോലെ SS-ന്റെ ബെൽറ്റുകൾ കൊടുത്തു. ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഈ ഒരു സ്ട്രാപ്പുകൾ നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ഇൻവെർട്ടറുകളും അതുപോലെ ഇലക്ട്രിക്കൽ പവർ സ്റ്റേഷൻ ആയിട്ട് വരുന്നത് ഈ സ്റ്റെയറിന്റെ അടിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്കുള്ള ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ വീടിന്റെ ഡൈനിങ്ങിന് ഭംഗി വർദ്ധിപ്പിക്കുന്ന രീതിയായിട്ട് ഇത് മാറുകയും ചെയ്യും. ഇവിടെ കേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ തീമിലുള്ള ഷെയ്ഡിലുള്ള കേട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 സീസ് വരുന്ന ഒരു ഡൈനിങ് പ്ലസ് ഒരു 1 മീറ്റർ വരുന്ന ഒരു സ്റ്റെയർ പോർഷൻ. ഞങ്ങൾ ഐഡിയാസൊക്കെ അവൻ്റെ ഷെയർ ചെയ്താൽ അവൻ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ 3D കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. നമ്മുടെ ബഡ്ജറ്റിലും നമ്മളെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച രീതിയിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നു. ഈ സ്റ്റെയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് വുഡാണ് നമ്മൾ ഈ സ്റ്റെയറിന് നമ്മൾ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ഫ്ലോറും തേക്ക് വുഡിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡ് റെയിൽ നോർമൽ ക്ലീഷേ ഹാൻഡ് റെയിലുകളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായം ക്ലൈന്റ് അഫ്രക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മെയിനായിട്ടുള്ളൊരു കൺസേൺ സ്റ്റെയർ വുഡാക്കണം എന്നായിരുന്നു. അത് എൻജിനീയറോട് പറഞ്ഞ് ആൾ നല്ല വൃത്തിക്ക് ചെയ്തു തന്നെ. അതിനെക്കാട്ടി നമുക്ക് ഒരു എന്താ പറയുക സർപ്രൈസായി പോയത് ഈ സ്റ്റെയറിൻ്റെ ഹാൻഡിലാണ്. പിന്നെ ആളതിൽ തന്നെ ആക്കി ഒരു അടിപൊളി സാധനം ചെയ്തെന്ന്. ഈ ഒരു സ്റ്റെയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡ്രോ കൊടുത്തു. പിന്നെ 2 സൈഡിലും ഗ്രൂവ്ഡ് ഫിനിഷിൽ മൈക്കയിൽ ഗ്രൂവ് കൊടുത്തിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ പാസേജ് നേരെ വരുന്ന എൻഡ് ആവുന്നത് ഈ ഒരു വാഷ് ഏരിയയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബേജ് ഗ്രീന് വുഡ് ഈ ഒരു 3 കളർ തീമാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഷ് പീസിനും ഒരു ബേജ് കളറിൽ നമ്മളെ ഫ്ലോറിന് മാച്ച് ചെയ്യുന്ന ബേജ് കളറിൽ കൊടുത്തു. ടേബിൾ ടോപ്പ് ആയിട്ട് വൈറ്റ് മാർബിൾ കൊടുത്തു. ഇവിടെ ഒരു മിറർ റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ നമ്മൾ കൊടുത്ത ടൈലാണ് വളരെ ഒരു ഹൈലൈറ്റിംഗ് പോർഷൻ ആയിട്ട് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയയിൽ ഹൈലൈറ്റിംഗ് പോർഷൻ ആയിട്ട് കാണുന്നത്. ഗ്രീൻ കളർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോർമലിറ്റിയിൽ കൊടുത്ത ആ ഒരു തീം തന്നെ എവിടേക്ക് പിടിക്കുകയായിരുന്നു. ഇതൊരു സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈലല്ല, ഇതൊരു സിംഗിൾ പീസാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതൊരു സിംഗിൾ പീസ് ടൈലാണ്. പക്ഷെ ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കിട്ടും. ഇതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അവിടെ ചാർക്കോൾ ലൂറ് കൊടുത്തത് അതിന്റെ ഒരു ഓവൽ ഫിനിഷിലുള്ള ഒരു ഷേപ്പ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുത്തു. അതിനുള്ളിൽ സ്പെക്കുലേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു വാഷ് ഏരിയ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്ക് ഇവിടെ തരുന്ന സമയത്ത് ഈ പ്ലാൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ തരുന്ന സമയത്ത് ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കാൻ നോക്കിയ സമയത്ത് ഒരു പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയ ഏരിയയും ഇവിടെ ഇല്ല. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലേക്ക് വാഷ് ബേസ് എത്തിയത്. വാഷ് ബേസ് ആ കോർണറിലേക്ക് കൊടുത്തു. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് കാലിന് തട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫ്രീ സ്പേസ് കൊടുത്തു. പക്ഷെ ഇതൊരു ടോട്ടൽ ഏരിയ ഒരു വാഷ് ഏരിയ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അടിയിലൂടെ നമ്മൾ ഒരു 3 ഡ്രോ കൊടുത്തു. അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഷിന്റെ സൈഡിലൂടെ കയറി വന്ന ഇവരുടെ ഒരു താഴെയുള്ള ബെഡ്റൂമിലേക്ക് എത്തും. ഇത്തരത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ സീലിംഗ് പോർഷൻ ഇവർ നമുക്ക് തരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് ഡെമോളിഷ് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഫർണിച്ചർ ലേഔട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടും ആ ഫർണിച്ചർ ലേഔട്ട് ഇല്ലാത്തതിനാൽ തന്നെ സീലിംഗ് അവർക്ക് ഇഷ്ടമുള്ള സീലിംഗ് ചെയ്തു. അതൊക്കെ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് വളരെ റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളിവിടെ ചെറിയ പൊടിക്കുകകളൊക്കെ ചെയ്തിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മളിപ്പോൾ ബെഡ് കൊടുത്തത്. ബെഡിന്റെ പുറകിൽ നമ്മൾ ലിവിംഗിൽ കൊടുത്ത അതിന്റെ മറ്റൊരു വെറൈറ്റി ചാർക്കോൾ ലൂവർ നമ്മൾ ഇവിടെയും കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ വാളായിട്ട് ഫീൽ ചെയ്യാൻ ഒരു ചാർക്കോൾ ലൂവർ ഫീലിംഗ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ഫിനിഷ് ആണ് ഇതിന്റെ എഡ്ജിൽ വരുന്നത്. ഇവിടെ വിൻഡോ വരുന്നുണ്ട്. വിൻഡോനെ പാക്ക് ചെയ്തു. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബേജ് ടൂൺ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കേട്ടൻ ആയാലും അതിന്റെ കുഷൻ ആയാലും ഒക്കെ ആ ഒരു ബേജ് ടൂൺ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഒരു ബേജ് ടൂൺ കുഷൻ കൊടുത്തത് തന്നെ ഇവിടെ ഒരു ഡാർക്ക് തീമിലുള്ള ഡാർക്ക് കളറിലുള്ള മൈക്ക, ഈ ഒരു ഡാർക്ക് ബ്ലൂ
ഡാർക്ക് ബ്ലൂ കൊടുത്തു. ബെഡിന്റെ ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ മിറർ കൊടുത്തിട്ടുള്ളത്. മിറർ സെപ്പറേറ്റ് കൊടുക്കാനൊരു ഏരിയ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തു. ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ഫ്രെയിമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലൂവറിന്റെ എഡ്ജിൽ വരുന്ന ഗോൾഡൻ തീം, ഈ ഒരു ഗോൾഡൻ തീമൊക്കെ വരുന്ന സമയത്ത് വളരെ ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ വാർഡ്രോബ്, 4 ഡോർ വാർഡ്രോബ് അലൈൻ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ നേരത്തെ ആ ഒരു ഗോൾഡ് തീമിൽ കൊടുത്ത ഹാൻഡ് റെയിൽ, ആ ഒരു തീം ഈ ഹാൻഡ് റെയിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. വൈറ്റ് പ്ലസ് വുഡ് ആണ്, ഡുവൽ കളർ ആയിട്ട് വരുന്ന രൂപത്തിലാണ് ഇതിന്റെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കേട്ടനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡിന്റെ പുറകിൽ എന്താണോ കേട്ടന്റെ കളർ കൊടുത്തത് അത് ഫുൾ ലെങ്ത് കർട്ടൻ ആയിട്ട് ഇവിടെ നമ്മൾ കൊടുത്തു. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂമിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നത് അവരുടെ ഉമ്മയാണ്. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിന്റെ തീം നമ്മൾ ടോട്ടലി ഗ്രീൻ ആക്കി മാറ്റി. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ബെഡ്ഷീറ്റ് ആയാലും ഇതിന്റെ പുറകിൽ വരുന്ന കുഷ്യൻ ആയാലും ഇതിന്റെ പുറകിലെ കേട്ടൻ ആയാലും നമ്മളൊരു ഗ്രീനിന്റെ വെറൈറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീനിൽ ഇത് ഡാർക്ക് ഗ്രീൻ ആണ്, ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ആ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു നമ്മളൊരു ഹൈലൈറ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ബെഡ് വരുന്നത് ഈ ബെഡ്റൂമിന്റെ സെൻട്രൽ പോർഷനിലല്ല. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്ത് ഈ ഒരു സ്ട്രക്ചർ നേരെ കണ്ടിന്യൂ ചെയ്ത് ഇതിലൂടെ ഇറക്കി ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് ആക്കി മാറ്റി. ഇവിടെ നമ്മൾ ടെക്സ്ചർ പെയിന്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു സിൽവർ ടച്ച് വരുന്ന ടെക്സ്ചർ പെയിന്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കാണുന്ന സമയത്ത് ഇത് ഒരിക്കലും സെൻട്രൽ അല്ലാന്നോ അല്ലെങ്കിൽ സെൻട്രൽ അല്ലാത്തതിന്റെ പിന്നെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഫർണിച്ചർ ലേഔട്ടിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫർണിച്ചർ ലേഔട്ട് ഒന്നും ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. ആ രൂപത്തിൽ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്തു. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഒരു വൈറ്റ് പ്ലസ് വുഡ് വരുന്ന രൂപത്തിലുള്ള ഡുവൽ കളർ വരുന്ന രൂപത്തിലുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. 8 ഡോർസ് ആണ് നമ്മൾ ഇതിന് കൊടുത്തത്. നമ്മൾ ഇതിന്റെ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തു. ഇതൊരു ഓപ്പൺ റാക്ക് ആക്കി മാറ്റി. ജസ്റ്റ് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് അതുപോലെ മറ്റെന്തെങ്കിലും ഡെക്കോസ് ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഇവിടെ നമ്മളൊരു വുഡൻ ഓപ്പൺ ഷെൽഫ് കൊടുത്തു. താഴെ 4 ഡ്രോ, മുകളിൽ 4 ഡ്രോ കൊടുത്തു. ഇതിന്റെ ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സിൽവർ ഫിനിഷിലുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈ ഒരു വൈറ്റ് ഫിനിഷിലേക്ക് മാച്ച് ആവുന്ന ഒരു കളറാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണോ കുഷ്യന്റെ കളർ കൊടുത്തത് ആ സെയിം കുഷ്യൻ കളർ നമ്മൾ ഇവിടെ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൂളിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ മിറർ, ബ്ലാക്ക് ഫ്രെയിം വരുന്ന ബ്ലാക്ക് ഫ്രെയിമിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഉമ്മാന്റെ റൂമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മാസ്റ്റർ റൂം ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമ്മാന്റെ റൂം ആകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് കൺസേൺസ് നിസ്കരിക്കാനൊരു സ്പേസ് ഉണ്ടാവുക. ടെക്സ്ചർ പെയിന്റ് ചെയ്തത്, കേട്ടൻ ചെയ്തത് ഒരു ഗ്രീൻ തീമിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഉമ്മക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഗ്രീൻ കളർ. പിന്നെ അതിന്റെ കുഷ്യൻസ്, ഹെഡ് ബോർഡ് കൊടുത്തതൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏതൊരാൾ വന്നാലും മാസ്റ്റർ റൂം ഇതാണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആ റൂമിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്ന ഒരു മേജർ ചേഞ്ച് വന്ന പോർഷനാണ്. ഈ വീട്ടിലെ വളരെ മനോഹരമായി നമ്മൾ ചെയ്തെടുത്ത കിച്ചണിലേക്ക് പോകുന്ന ഡോറിനെ ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് കുറച്ചും കൂടെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡോറിൽ നമ്മൾ ചെറിയൊരു ഗ്ലാസിന്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. അതുകൊണ്ട് തന്നെ ഈ കിച്ചൺ വളരെ മനോഹരമായി നമുക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ്. സത്യത്തിൽ ഈ കിച്ചൺ ഒരു പഴയ കിച്ചൺ ആയിരുന്നു. കിച്ചണ് ഒരു വിറകടുപ്പൊക്കെയുള്ള ഒട്ടും ഫങ്ഷണൽ ഓറിയന്റഡ് അല്ലാത്ത ഒരു കിച്ചൺ ആയിരുന്നു. അതിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് എല്ലാ ഹോം അപ്ലയൻസസും കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഒരു ഫങ്ഷണൽ ഓറിയന്റഡ് ആയ കിച്ചൺ ആക്കി മാറ്റി എന്നുള്ളതാണ് ഈ കിച്ചണിന്റെ ഒരു മനോഹാരിത. ഇവിടേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. ഒരു 3 സീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഓവൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എയർ ഫ്രയർ ഇവിടെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു വർക്കിംഗ് ടേബിളാണ്, കബോർഡാണ്. ഇവിടെ നമ്മൾ പ്ലേറ്റ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോക്കറി ഷെൽഫായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോൾ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റൗ പ്ലേസ് ചെയ്തു. ഇതിൻ്റെ ഹോബും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തു. അതായത് ഇതിൻ്റെ പിന്നെ പൗഡേഴ്സ് എല്ലാം, ചെറിയ ടിന്നുകളെല്ലാം വെക്കാൻ പറ്റുന്ന ചെറിയ 2 ഷെൽഫുകൾ
ഈ ഒരു സ്റ്റൗവിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കേർട്ടിങ് ഇതൊരു 4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഒരു 2 ഇഞ്ച് പുറത്തേക്കാക്കിയിട്ടും ചെയ്യുക. അങ്ങനെ സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് നമ്മുടെ കാല് വെക്കാനുള്ള ഒരു ക്ലിയറൻസ് ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പുഷ് ചെയ്ത് കുനിഞ്ഞ് കിച്ചണിൽ വർക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ഹെൽത്തി ലൈഫ് കിച്ചണായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കിച്ചൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ഡബിൾ ഡോറ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെ ഹെഡ് ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്, മിഡ് ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഒരു കുഞ്ഞു ടോൾ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ക്രോക്കറി ഐറ്റംസ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു ഭാഗമായി കിച്ചണ്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ഉണ്ട്, പിന്നെ നല്ല ഭംഗിയിൽ തന്നെ. അതായത് ആ ഒരു കളർ ടോൺ എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ കളർ ടോണ് നല്ല ഭംഗിയാണ്. ആരും ഇവിടെ വന്ന് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞ രീതിയിലാണ് കിച്ചൻ്റെ കളർ ടോൺ വന്നത്. ഇത്രയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ. ഇനി റിനോവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടിപ്പൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫങ്ഷണൽ ഓറിയൻറ്റഡ് അല്ലാത്ത പഴയ കിച്ചൺ എങ്ങനെ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ആയ ഒരു പുതുമയുള്ള കിച്ചൺ ആക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ഒരു കിച്ചണും ഈ കിച്ചൻ്റെ ഡിസൈനും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ആണ്. സ്റ്റെയർ നമ്മൾ അടിപൊളിയായിട്ട് നല്ല വുഡൻ ഫിനിഷിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വാളിലും നമ്മളൊരു 60 സെൻറ്റിമീറ്റർ വരുന്ന വിടത്തിൽ നമ്മളൊരു വുഡൻ്റെ ബീഡിങ് ചെയ്ത് കൊടുത്തു. നമ്മളതിൻ്റെ കോർണർ റൗണ്ട് ആക്കി കേവ് ആക്കി ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ സ്പോട്ട് ലൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ എന്താണോ ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തത് ആ ഒരു സിൽവർ ടച്ചുള്ള ടെക്സ്ചർ പെയിൻറ്റ് ഈ സൈഡിൽ ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് താഴെയുള്ള സെയിം കേട്ടൻ കൊടുത്തു. അവിടെ നമ്മൾ എന്താണോ വാൾ ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിൽ നമ്മൾ അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തു. നമ്മൾ അപ്സ്റ്റെയറിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ ഏറ്റവും വലിയൊരു ലൈറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നേരെ വരുന്നത് അപ്സ്റ്റെയർ ഹാർഡിലേക്കാണ്. ഇവിടെ നമ്മൾ താഴെയുള്ള ലിവിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു അപ്പർ ഹാളാക്കി മാറ്റി. ഇവിടെ നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ ഗ്രീനാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു ഓഫ് വൈറ്റ് ഒരു ബേജ് കളറാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത്. കേട്ടൺ സെയിം ആണ്, താഴെയുള്ള സെയിം കേട്ടൺ തന്നെ ഇവിടെ കൊടുത്തു. താഴെ നമ്മൾ എന്താണോ പെൽവറ്റിൻ്റെ കോർണർ ചെയ്തിട്ടുള്ളത് ഇവിടെയും നമ്മൾ എഡ്ജ് ആ ഒരു കേവ് ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയാണ് നമ്മൾ TV ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പെയിൻറ്റും ടെക്സ്ചർ ഫിനിഷിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതിന് ചുറ്റിലും നമ്മളൊരു വാൾ മോൾഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു വുഡൻ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വുഡൻ ലൂവേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ബേജ് കളർ ടോണിലുള്ള ഈ ഒരു TV യൂണിറ്റ് പ്രൊജക്റ്റ് നിൽക്കുന്ന ഫീല് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. 2 സൈഡിലും അടിപൊളി നല്ല 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ലൈറ്റ്സ് ആണ് ഇതിൽ നിന്ന് എക്സ്പോസ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലാണ് ഈ ഒരു ലൂവർ കൊടുത്തിട്ടുള്ളത്. അടിയിൽ നമ്മൾ ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രോ പറയുന്ന സമയത്ത് ഈ ഒരു വുഡൻ ഹാൻഡിൽ ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ വുഡുണ്ട്. ആ ഒരു തീം തന്നെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിന് വുഡൻ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിനെയാണ്. ഈ ബെഡ്റൂമാണ് ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് തന്നെ ഇതിൽ ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലോർ ആ സമയത്ത് ഇവരൊരു വുഡൻ ടച്ചിലുള്ള ഫ്ലോർ കൊടുത്തു. അതൊന്നും നമ്മൾ ഡെമോളിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ഫർണിഷിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്ന ഒരു ബെഡ്റൂം ഇതായി മാറി. കംപ്ലീറ്റ്ലി ബെഡ്റൂം മാറി ഇപ്പോൾ. അതായത് നല്ല സ്പേഷ്യസ് ആയി, പിന്നെ കളർ ടോൺ മാറി, നല്ലൊരു ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ ആകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് പണ്ട് ഈ ഒരു ഏരിയയിലായിരുന്നു ഇതിൻ്റെ വാർഡ്രോബ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡ്രസ്സിങ് ഏരിയയിലേക്കുള്ള ഒരു പാസേജ് ബ്ലോക്കായിട്ട് കിടന്നു. പിന്നെ ഇവിടെ ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ ഈ ഒരു വാർഡ്രോബിനെടുത്ത് ഈ സൈഡിലേക്ക് മാറ്റി. ഈ വാർഡ്രോബിനെ കുറിച്ച് പറയുന്ന സമയത്ത് 7 ഫീറ്റ് വാർഡ്രോബ് ആയിരുന്നു ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ സീലിംഗ് ടച്ച് വാർഡ്രോബാക്കി മാറ്റി. ഇതിനെയും നമ്മളൊരു ക്രീം കളർ കൊടുത്തിട്ടാണ് ഈ ഒരു മൈക്കയെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്ലോസി ഫ്ലൂട്ടഡ് മൈക്ക ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ആ സെയിം കളറ് മാറ്റ് മൈക്ക ആഡ് ചെയ്തു. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി ബ്ലാക്ക് ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മാറ്റ് കൊടുത്തു. ഈ ഒരു സ്ലൈഡിങ് ഡോറിന് മാത്രമായിട്ട് നമ്മൾ
ഈ ഒരു ഫ്ലൂട്ടഡ് മൈക്ക് കൊടുത്തു. നോർമലി നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ സ്ലൈഡിങ് ഡോസ് ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും PVC-യോ WPC-യോ മെറ്റീരിയലോ ഒന്നും കൊടുക്കരുത്. ഈ സ്ലൈഡിങ് മാത്രമായിട്ട് നിങ്ങൾ ബ്ലോക്ക് ബോർഡ്സ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബെൻഡുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, എന്തായാലും വരും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ കളറിലുള്ള ഒരു ഹെഡ് കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് പണ്ട് ഈ ഒരു എൻഡ് വരെ ഉണ്ടായിരുന്ന ഹെഡ് ബോർഡായിരുന്നു. അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇവിടെ നമ്മൾ ഈ സെയിം മൈക്ക് ആഡ് ചെയ്തു. ഇവിടെ നമ്മളൊരു ഗ്രേ കളറുള്ള കുഷ്യൻ കൊടുത്തു. അവിടെ നമ്മളൊരു ഹൈലൈറ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ കാണുന്നൊരു പോർഷനാണിത്. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ PVC ബോർഡ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ സൈഡിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തു. അത് കാണുന്ന സമയത്ത് തന്നെ ആ ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്നത് ഈ റൂമിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. താഴെയാണ് നമ്മൾ സൈഡ് ടേബിളൊക്കെ കൊടുത്തത്. ഒരു സൈഡ് ടേബിൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡിൻ്റെ അടുത്ത് നിന്ന് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് പോകുന്ന ആക്സസ് ആണ് ഇത്. ഡോർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ബെഡിൻ്റെ കുഷ്യൻ എന്താണോ കളർ കൊടുത്തത് ആ ഒരു കളറ് ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൂളിൽ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള മിറർ കൊടുത്തു. അതിൻ്റെ സൈഡിലായി സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ മിറർ താഴെ ഈ ഒരു പിന്നെ ഡ്രോ കഴിഞ്ഞ് താഴേക്ക് എക്സ്റ്റെൻഡ് ആയി താഴേക്ക് പോകുന്നുണ്ട്. ഫ്ലോർ ടച്ച് ആയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പോലും പോസിബിൾ ആണ്. ഇതിനൊരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭംഗി, ഈ ഒരു മിററിൻ്റെ ഈ ഒരു ഷേപ്പ് ഈ ഒരു റൂമിൻ്റെ ഭംഗിയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുഷ്യന് നമ്മൾ കൊടുത്ത പിന്നെ കളറ് ഈ ബെഡ് കോട്ടിനെ കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ട്, ഈ ഒരു സ്റ്റൂള്, അതുപോലെ ഇതിൻ്റെ ഹെഡ്, ഈ കുഷ്യനുകളെല്ലാം ഒരു കളറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ആകെ മാക്സിമം 4 കളേഴ്സാണ്. ഹാൻഡിൽസിൻ്റെ കളർ ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് 4 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായ, ഏറ്റവും മിനിമലായ, വളരെ മനോഹരമായ, ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ബെഡ്റൂമായി ഇത് മാറി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. അതിൻ്റെ മുമ്പ് ഈ ഒരു പാസേജ് എൻഡ് ആവുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അയൺ ടേബിളിൻ്റെ പ്രത്യേകത, ഇത് ഫോൾഡബിൾ ആണ്. ഇതിലൂടെ പാസേജ് ബ്ലോക്ക് ആവുന്ന രൂപത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടില്ല. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു 2 സ്ട്രിപ്പ് ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് ഇങ്ങനെ നിവർത്തി വെക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിലേക്ക് എന്തെങ്കിലും വലിയ വസ്തുക്കൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി വരില്ല. സ്പേസ് നഷ്ടപ്പെട്ട ഫീലും വരില്ല. ഇതാണ് ഇവരുടെ രണ്ടാമത്തെ ബെഡ്റൂം, അപ്സ്റ്റെയറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ കുഷ്യൻ ഒരു ക്രീം കളർ പ്ലസ് ഇതിൻ്റെ ഹെഡ് ബോർഡ് ഒരു ഗ്രേ കളർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ആവുന്ന, ഈ ഗ്രേയിലേക്ക് മാച്ച് ആവുന്ന ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കേട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിൻഡോ പാക്ക് ചെയ്തത് വുഡൻ വെച്ചിട്ടാണ്. ഇവിടെയും നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതിൻ്റെ ഹെഡിൻ്റെ കോർണർ, ഈ കുഷ്യൻ്റെ കോർണർ നമ്മൾ കേവ് ആക്കി മാറ്റി. വൺ സൈഡ് ഒരു കേവ്ഡ് ഫിനിഷിൽ വരുന്ന സൈഡ് ടേബിൾ കൊടുത്തു. ഇവിടേക്ക് വരുന്ന സമയത്ത് ആ കർട്ടൻ പ്ലെയിനായിട്ട് പാക്ക് ചെയ്യാതെ പ്ലെയിനായിട്ട് ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മളൊരു ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഒരു വർക്കിംഗ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് വാർഡ്രോബാണ്. ഡോറ് തുറക്കാനുള്ള സ്പേസ് ഇല്ല. ഞാൻ നേരത്തെ താഴെയുള്ള പറയുന്ന സമയത്ത് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർ പ്ലാൻ ചെയ്യുന്ന സമയത്തുണ്ടായ കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ ഈ ഒരു ഡോറ് നോർമൽ വാർഡ്രോബ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോറ് തുറക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ലൈഡിങ് വാർഡ്രോബ്സ് കൊടുത്തു. 4 ഡോറാണ് വരുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്ന വാർഡ്രോബ്സ് കൊടുത്തു. തിന്നായിട്ടുള്ള ബ്ലാക്ക് കളർ ഹാൻഡിലും ഇതിന് കൊടുത്തു. ഇതിൻ്റെ കവറിങ് ആയിട്ട് കൊടുത്തത് വുഡാണ്. സീലിംഗ് ഒക്കെ ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഫർണിഷിങ് മാത്രമാണ് ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തൊക്കെ കൊടുത്ത പോലെ തന്നെ ഒരു ഡ്രസ്സിങ് സ്റ്റൂൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ഫ്രെയിം വരുന്ന ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഹെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ടോയ്ലറ്റിലേക്കുള്ള വേ ആണ്. അതിലാണ് നമ്മൾ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാസേജ് നേരെ വന്ന് ഹാളിലേക്ക് കയറുന്നു. ഹാളിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിൽ നമ്മൾ ഹാൻഡ് റെയിൽ ഇതുപോലെ
ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഹാൻഡ് റെയിൽ കൊടുത്തു. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ വേറൊരു നല്ലൊരു ഏരിയ ആണ് ഓപ്പൺ ടെറസിലെ ബാൽക്കണി. ആ ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് പോർച്ചിൻ്റെ മേലെ ഒരു യൂസ്ഫുൾ അല്ലാതെ കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഷാഹിദ് പറഞ്ഞ അതിൻ്റെ മുകളിലൊരു ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈവനിങ്ങിലൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ടൈലൊക്കെ ചെയ്ത് പിന്നെ നല്ലൊരു ബാൽക്കണി ഫീൽ ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇതൊരു ഒരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീടെന്ന് പറഞ്ഞത് ഏതൊരാളുടെയും ഒരു വലിയ ഡ്രീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റുകൾക്കപ്പുറം വീട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ അതിന് വാക്കുകൾക്ക് അതീതാണ്. ഞങ്ങളെ ഡ്രീം പോസിബിൾ ആക്കിയതിന് ഹേർട്ട്ഫെൽ താങ്ക്സ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും ഇൻറ്റീരിയറും ഒക്കെ ഡിസൈൻ ചെയ്തത് നമ്മൾ തന്നെയാണ്, എക്സിക്യൂഷൻ ചെയ്തത് നമ്മൾ തന്നെയാണ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് 100% അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി.